മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വീണ്ടും നെറികേടുമായിട്ട് നമ്മുടെ കേരളത്തിൽ കലാപ ആഹ്വാനം നടത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. എത്ര നെറികേടാണ് ഈ നെറികെട്ടവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആരാധന പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാമിക ഭരണം വരണം എന്ന് പറയുന്നത് ഇവരുടെ മതരാഷ്ട്രവാദം തന്നെയല്ലേ ഇവർ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത്? ഇത് 2021 ഈ സംസ്ഥാന സെക്രട്ടറി ഇതുപോലെ പ്രസംഗിച്ചിട്ടുള്ളത്. ഇതെന്തുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണം? ഇതേ വ്യക്തി, ഇതേ ആള് ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. എന്താ വിളിച്ചു പറഞ്ഞത് എന്നോ? പറഞ്ഞത് ശരിയാണ് എന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ, കോൺഗ്രസിന്റെ VD സതീശനെ, വരുന്ന മുഖ്യമന്ത്രി സ്വപ്നവും കണ്ടു നടക്കുന്ന VD സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടോക്കൂ. ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന്. അവര് CPM-നെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് വർഗീയ ശക്തികളാണെന്ന്? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവര് പിന്തുണയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ. അല്ലല്ല, അത് CPM-ന് പിന്തുണ കൊടുത്തപ്പോ അത് ഉണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഒരു കോപ്പും ജമാഅത്തെ ഇസ്ലാമി തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിളിച്ചു പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടില്ലേ? ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഇതേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിളിച്ചു പറയുന്നു, ആ പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റമില്ല, അതിൽ തന്നെ അടിയുറച്ച് മുന്നോട്ട് പോകുന്നു എന്ന്. എന്ത് പറയുന്നു സതീശ വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ. ഒരു സംസ്ഥ പ്രോഗ്രാമിൽ കയറിയിട്ട് മതേതരത്വത്തിന് വേണ്ടി നിലപാടെടുക്കും, അതിനുവേണ്ടി നിലപാടെടുത്താല് ആര് വോട്ട് ചെയ്തില്ലെങ്കിലും പരാജയപ്പെട്ടാൽ പ്രശ്നമില്ല എന്നൊക്കെ. ഇയാൾ എത്ര വലിയ പച്ചവർഗീയവാദിയാ! ഒരു സമുദായ നേതാവ് നടത്തുന്ന, ഒരു മതസംഘടന നടത്തുന്നതിന്റെ വേദിയിലെത്തിയിട്ട് മറ്റൊരു സമുദായത്തിന്റെ നേതാവിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് പച്ചവർഗീയതയല്ലാതെ പിന്നെ എന്ത് മാങ്ങാ തൊലിയാണ് സതീശ? ഓരോ ആളുകൾ ഒരു മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ, സുഖിപ്പിക്കാൻ മറ്റൊരു സമുദായ നേതാവിനെതിരെ ആ സംഘടന നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ വേദിയിൽ നിന്ന് എന്ത് മറ്റു സമുദായത്തിനെതിരെ പറഞ്ഞാലും അത് പച്ചവർഗീയതയാണ് സതീശ. അത് മനസ്സിലാക്കണേ. കുറച്ച് വിവേകമാണോ അതെങ്ങനെ ഉണ്ടാവുക? ഏത് തരത്തിലുള്ള താങ്ങൽ നടത്തിയിട്ടോ അധികാര സ്വപ്നവും കണ്ട, മുഖ്യമന്ത്രി കസേരയും സ്വപ്നം കണ്ട സതീശ് കുറച്ച് കാലായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സകല വർഗീയ ഭീകര ബന്ധമുള്ള സംഘടനയെ പോലും ഈ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ ഭീകര ബന്ധമുള്ള സംഘടനയെ അനുകൂലിച്ച് സതീശ മുന്നോട്ട് പോകുന്നത് സകലരും അപകടത്തോടു കൂടി തന്നെ കാണണം. ഈ സതീശനൊക്കെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ, ഭരണപക്ഷത്തേക്ക് എത്തിയാൽ നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയ. ഇവിടെയാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അമിത്ഷാ കേരള ജനതയോട് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ട് പ്രസംഗിച്ചതിന്റെ പരിഭാഷ ചെറിയൊരു ഭാഗം ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, സുഹൃത്തുക്കളെ പറയൂ, ജമാഅത്തെ ഇസ്ലാമി, PFI, ഇപ്പോൾ വളർന്നു വരുന്ന SDPI എന്നിവയിൽ നിന്ന് LDF-നും UDF-നും കേരളത്തെ സംരക്ഷിക്കാൻ കഴിയുമോ? അവർക്ക് കഴിയില്ല. PFI, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവ അവരുടെ വോട്ട് ബാങ്കുകളാണ്. അവർക്കെതിരെ അവർ ഒരിക്കലും ഒരു നടപടിയും സ്വീകരിക്കില്ല. അവരുടെ വിഭജന അജണ്ടയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് BJPക്ക് മാത്രമാണ് എന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയ സമയത്ത് കേരള ജനതയോട് പ്രഖ്യാപിച്ചതാ.
നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയൂല. കൃത്യമായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട്, നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു സ്ഥലത്തെത്തിയിട്ട് പ്രസംഗിക്കുക എന്നുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയത്തെ കൂടെ ഓരോ മലയാളിയും ചിന്തിക്കണം. ഓരോ മലയാളിയും നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഭിന്നിപ്പിക്കലിന് ജമാഅത്തെ ഇസ്ലാമി തിരികൊളുത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് പോലും കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പുറത്തെങ്കിലും, അകത്തുള്ളതറിയില്ല, പുറത്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്ത് സതീശനും മുസ്ലിം ലീഗും ഇവരെ ഒരുമിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ ഒളിപ്പിക്കല്ലേ. ഇപ്പൊ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഈ PFIയും SDP ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റൂല. എല്ലാവരും ഒരേ രീതിയിൽ മതബോധത്തിൽ കെ.എം. ഷാജി കേരളത്തിൽ ഉഡാനീളം വിളിച്ചു പറഞ്ഞെടുക്കുന്നു. സമുദായത്തിന് വേണ്ടി, സമുദായത്തിന്, അതല്ലേ പച്ച വർഗീയത. സകല ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് തന്റെ മതത്തിന് വേണ്ടി വാദിക്കുക എന്ന് പറയുന്നതിനാണ് പച്ച വർഗീയത എന്ന് പറയാ. ഒരു ഉളുപ്പില്ലേ? ഈ ആളുകളാണ് കേരളത്തിലെങ്ങാനും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഒരു തർക്കവും വേണ്ട കേട്ടോ, ഒരു തർക്കവും വേണ്ട. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കോൺഗ്രസിനെ നിയന്ത്രിക്കുക. ഇതിനൊക്കെ എതിർക്കാൻ LDF സതീശനോട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അവരെന്ത് വർഗീയതയാണ് ഇത്? ജമാഅത്തെ ഇസ്ലാമി LDF ഇത്രയും കാലം അതെ, കേരളത്തിലെ LDFും UDFും ഈ ജമാഅത്തെ ഇസ്ലാമിയെ വളർത്താനുള്ള മത്സരത്തിലാ. അതാണ് കൃത്യമായിട്ട് അമിത്ഷാ പറഞ്ഞത്. കേരളത്തെ വിഭജിക്കാനാണ് LDFും UDFും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം സകല ആളുകളും മനസ്സിലാക്കണോ, രാജ്യത്ത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും ഇതുപോലെ പ്രസംഗിക്കില്ല. മൂക്ക് ചൂളയിടൂല ഈ ജാതി ഒരുത്തരും രംഗത്തിറങ്ങിയിട്ട്. അത് സകല മലയാളികൾ തിരിച്ചറിയണോ. എന്നാൽ കേരളത്തില് ഈ ജാതി ഞാനൂലുകൾ പോലും രംഗത്തെത്തിയിട്ട് പച്ച വർഗീയത പുറത്തേക്ക് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ അകത്ത് ഇവരുടെ സംഘടന, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ സംഘടനാ മീറ്റിങ്ങുകളില്, ഉള്ളിൽ നടക്കുന്ന രഹസ്യ ചർച്ചകളില് എന്തൊക്കെ അവർ നടത്തുന്നുണ്ടാവും. ഈ കേരളത്തെ തന്നെ കീറി മുറിക്കാനുള്ള പദ്ധതികൾ അവർ ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ടാവില്ലേ? ആരെ ഭരണത്തിലേക്ക് എത്തിക്കണം, ആരെ അധികാരത്തിലേക്ക് എത്തിക്കണം, അതിലൂടെ കേരളത്തെ കീറി മുറിക്കാനുള്ള പദ്ധതി ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുണ്ടല്ലേ. കാരണം പുറത്തേക്ക് പോലും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ സകല മുസ്ലിങ്ങൾക്ക് കൂടിയാണ് ഈ അപമാനം വരുത്തി വെച്ചിരിക്കുന്നത്. രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളെയും കൂടിയാണ് ഈ നെറികെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അപമാനിച്ചിരിക്കുന്നത്. രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല മുസ്ലിങ്ങളും മറ്റാര് പ്രതികരിക്കുന്നതിന് മുമ്പ് ഈ നെറികെട്ടവനെതിരെ പ്രതികരിക്കണോ? നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനാണ് ഈ നെറികെട്ടവൻ രംഗത്തെത്തിയത്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കേരളത്തിൽ BJP വന്നാൽ മാത്രമേ സാധിക്കൂ. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ ഈ ജാതി ഒരുത്തരും മൂക്ക് ചൂളയിടൂല, ഒരക്ഷരം ഇടൂല. ഒരു തർക്കമില്ലാത്ത വിഷയം. കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇജാതി ഒരു ഞാനൂലും രംഗത്തെത്തിയിട്ട് ഒരു മതരാഷ്ട്രവാദവും ഉന്നയിക്കുന്നില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയാം. നാട്ടിൽ സമാധാനം വേണമെങ്കിൽ, കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുള്ള ആളുകളുണ്ടെങ്കിൽ BJP വന്നാൽ മാത്രമേ ഇവരൊക്കെ അടക്കി നിർത്താൻ സാധിക്കൂ. LDF UDF ഒക്കെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.